ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള BDL അതായത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ BE ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളും എല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 15/7/2025 അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലുള്ള ടെമ്പററി അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തേക്കാണ് ഇനിഷ്യലി വിളിച്ചിരിക്കുന്നത്. ആ 4 വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്താണ് 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ആ ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റിംഗ് ഒക്കെ എവിടെ ആയിരിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ വിവിധ യൂണിറ്റിലും വിവിധ ഓഫീസുകളിലൊക്കെ ആയിരിക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഹൈദരാബാദ്, അതുപോലെ നിങ്ങൾക്ക് വിവിധ യൂണിറ്റിൽ കാണാം. ഹൈദരാബാദ് അല്ലാതെ ഈ പറയുന്ന തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാം, കാരണം അതിൻ്റെ വിവിധ പ്രോജക്റ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. അവിടെയൊക്കെ നമുക്ക് എന്താണ് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസിലേക്ക് തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 50 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ ജനറൽ 21, EWS 5, OBC NCയിലാണെങ്കിൽ 13 വേക്കൻസി, SCക്ക് 8, ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വേക്കൻസി, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയുള്ള വേക്കൻസീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കാറ്റഗറിക്ക് അതായത് കാറ്റഗറിക്ക് എന്താണ് വേക്കൻസികളോടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ട്രെയിനി എഞ്ചിനീയർ മെക്കാനിക്കലാണ് 30 വേക്കൻസി. ഇത് റിസർവ് വേക്കൻസീസ് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കണേ. ഓക്കെ, ഇതിനടുത്തത് ഇലക്ട്രിക്കലാണ് 10 വേക്കൻസി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എല്ലാത്തിലും റിസർവ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 10 വേക്കൻസി അതും. ദെൻ ട്രെയിനി ഓഫീസർ ഫൈനാൻസ് 5 വേക്കൻസി, ദ ട്രെയിനി ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് 4 വേക്കൻസി, പിന്നെ ട്രെയിനി ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റ് 3 വേക്കൻസി. ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിൽ നമുക്ക് 112 വേക്കൻസിയാണ് ഈ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻ്റ് ആണ് ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട് 40 വേക്കൻസി. ദെൻ ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട് 30 വേക്കൻസി. ദെൻ ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട് 10 വേക്കൻസി. ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് 10 വേക്കൻസി. ട്രെയിനി അസിസ്റ്റൻറ്റ് ഫൈനാൻസ് 5 വേക്കൻസി. ദെൻ ട്രെയിനി അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് 5. അതിലങ്ങനെ 100 വേക്കൻസി ആ ഒരു കാറ്റഗറിയും വന്നിട്ടുണ്ട്. അതിൻ്റെ റിസർവ്ഡ് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ പറ്റും. അതിലും PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസികളും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൽ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് എന്ന് പറയുന്നത്, അതായത് ജനറൽ EWS അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും 28 മാക്സിമം. എല്ലാ പോസ്റ്റിലേക്കും മാക്സിമം ഏജ് ലിമിറ്റ് 28. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 10/8/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ 28 വയസ്സ് കഴിയാൻ പാടില്ല, മിനിമം 18. അപ്പോൾ ഇതിലേക്ക് SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കാണാം നെയിം ഓഫ് പോസ്റ്റ്, അപ്പർ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ട്രെയിനി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ജനറൽ EWS ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ 31 വയസ്സ്, SC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ചില കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ട്രെയിനി ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 28, STക്ക് 28. അപ്പോൾ ആ ട്രെയിനി ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് ഡിലീറ്റ് ആകട്ടെ. ട്രെയിനി ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് ഇതിൽ ജനറൽ 2, OBC 1, SC മാത്രമേ വേക്കൻസി ഉള്ളൂ. STക്ക് ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, യാതൊരുവിധ ഈ പറയുന്ന റിലാക്സേഷനും കിട്ടില്ല. അപ്പോൾ ഏജ് റിലാക്സേഷൻ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജാണ് ഇവിടെ STക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ STയിൽ വേക്കൻസി ഇല്ലെങ്കിൽ അതിലുണ്ടായിരിക്കും ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഏജ് റിലാക്സേഷൻ ഒക്കെ കിട്ടുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ടേബിളിൽ ഓരോ പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റ്, ഓരോ കാറ്റഗറി വൈസ് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം ട്രെയിനി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, അതുപോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ ഡിസിപ്ലിനും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് BE ഓർ BTech ആണ്. അതായത് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ നിങ്ങൾക്ക് BE ഓർ BTech ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളും വേണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിപ്ലിൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിക്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ
ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ഡിസൈൻ ടെക്നോളജി എഞ്ചിനീയറിംഗ്, അതുപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ അതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം. ഇതിൽ ഏതെങ്കിലും എന്താണ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്താണ് ഇലക്ട്രിക്കലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഒരു മെയിൻ ഡിസിപ്ലിൻ മാത്രമല്ല അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി അടുത്ത പോസ്റ്റോടെ ട്രെയിനി ഓഫീസർ ഫൈനാൻസ് ആണ്. ഈ ട്രെയിനി ഓഫീസർ ഫൈനാൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി, അതായത് CMA കഴിഞ്ഞവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, മറ്റേ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇനി CA ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് MBA നിങ്ങൾക്ക് ഫൈനാൻസ് ഡിസിപ്ലിനിൽ MBA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് തുല്യമായ ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി PG ഡിപ്ലോമ ഇൻ ഫൈനാൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫൈനാൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സിനൊക്കെ 2 വർഷം മിനിമം ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ട്രെയിനി ഓഫീസറാണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇത് അല്ലെങ്കിൽ PG ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് സ്പെഷ്യലൈസേഷൻ വ്യക്തമായിട്ട് പറഞ്ഞു തോന്നുന്നെങ്കിൽ HR-ലായിരിക്കണം, അല്ലെങ്കിൽ PM ആൻഡ് IR-ലായിരിക്കണം, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും PG ഡിപ്ലോമയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന MBA അതിന് തുല്യമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 2 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണമെന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് ട്രെയിനി ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, അതല്ലെങ്കിൽ PG ഡിപ്ലോമ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിഗ്രി. ഓക്കെ, ഈ സ്പെഷ്യലൈസേഷൻ ഇതായിരിക്കണം. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലോ ഉള്ള സ്പെഷ്യലൈസേഷനോട് കൂടി PG ഡിപ്ലോമയോ PG ഡിഗ്രിയോ അല്ലെങ്കിൽ MBA അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുന്ന ട്രെയിനി ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, 55% മാർക്ക് മിനിമം വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ പറയുന്ന ടോട്ടൽ പെർസെൻറ്റേജ് 55% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി ആണെങ്കിലും ഈ BE ഓർ BTech ആണെങ്കിലും അതുപോലെ MBA ആണെങ്കിലും അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് മിനിമം മതി കേട്ടോ. മിനിമം പെർസെൻറ്റേജ് ആണ് 50% മതി. എന്നാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 55% മാർക്ക് വേണം. എന്നാൽ CMA CA തുടങ്ങിയുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്ക് ജസ്റ്റ് അത് പാസ് മതി, അതിന് പെർസെൻറ്റേജ് ആവശ്യമില്ല. ഇനി SC ST PWD കാൻഡിഡേറ്റ്സിന് എന്താണ് ഈ പറയുന്ന 50% മതി എന്ന് പറയുന്നുണ്ടല്ലോ, അത് അവരുടെ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുക. അവർ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 55% തന്നെ വേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് എന്ത് മതി, PWD കാൻഡിഡേറ്റ്സിന് 50% മതി. പക്ഷേ അവരുടെ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ മാത്രമേ ആ ഒരു റിലാക്സേഷൻ കിട്ടുള്ളൂ. അതല്ല നേരെ മറിച്ച് അവരെന്താണ് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് വേണം, 55% മാർക്ക് അവർക്കും വേണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ വായിച്ച് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങളുടെ കാണാം സീരിയൽ നമ്പർ 5.6 ആണ്. ഇതിൽ അടുത്ത പോസ്റ്റുകൾ ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ കാണാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾ 3 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലാണ്. ഇതിലേക്ക് 3 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമയാണ്. ഈ പറയുന്ന മെക്കാനിക്കലോ അല്ലെങ്കിൽ ഓട്ടോമോഷൻ ആൻഡ് റോബോട്ടിക്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് 3 വർഷം ഡിപ്ലോമ തന്നെയാണ് വേണ്ടത്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനടുത്ത് ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BCA കഴിഞ്ഞവരാണെങ്കിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എല്ലാ BSc കമ്പ്യൂട്ടേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 3 ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനുള്ളൂ. ഇനി അതെല്ലാം 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ IT-യോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ആയിരിക്കണം കേട്ടോ. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ BCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അടുത്തത് ട്രെയിനി അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് ഇൻ കൊമേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ, അതായത് ഫൈനാൻസ് സ്പെഷ്യലൈസേഷനോട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ പാട് അതിൻ്റെ കൂടെ വേണം, അവർക്ക് 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സ് അവർ ചെയ്തിരിക്കണം. അതായത് ഓഫീസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സ് അവർ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. +2ൻ്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് എന്താണ് CA ഇൻ്ററോ അല്ലെങ്കിൽ ICW ഇൻ്ററോ അല്ലെങ്കിൽ CS ഇൻ്ററോ ഇതിലേതെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എനി ഡിഗ്രി ഇൻ സയൻസ് ഓർ എക്കണോമിക്സ് ആണ്, അതായത് എക്കണോമിക്സിലുള്ള ബിരുദമോ അല്ലെങ്കിൽ സയൻസിലുള്ള ഡിഗ്രിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സയൻസ് ഏത് ഡിസിപ്ലിനാണെങ്കിലും കുഴപ്പമില്ല, എനി ഡിഗ്രിയാണ് ഇൻ സയൻസ് ജസ്റ്റ് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്കണോമിക്സ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിഗ്രിയാണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ ഡിപ്ലോമ കോഴ്സും പാടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്തിരിക്കണം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള 1 ഇയർ ഡിപ്ലോമ കോഴ്സും പാടെ നിങ്ങൾക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സ്, ഈ പറയുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ കോഴ്സ് ചെയ്തിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ ഓഫീസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ കോഴ്സും ചെയ്തിരിക്കണം. അപ്പോൾ എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്കും എന്ത് ചെയ്യണം, ഈ പറയുന്ന 1 ഇയർ ഡ്യൂറേഷനുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ കോഴ്സ് അവർ ചെയ്തിരിക്കണം. പ്ലസ് എന്താണ് 6 മന്ത് കമ്പ്യൂട്ടർ സയൻസ് ഓഫീസ് ആപ്ലിക്കേഷൻ ഒരു കോഴ്സും അവർ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അത് കൂടെ എക്സ്ട്രാ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ വേണം. അടുത്ത ട്രെയിനി അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വെൽഫെയർ, PM ആൻഡ് IR, അതുപോലെ പേഴ്സണൽ മാനേജ്മെൻറ്റ്, അതുപോലെ HR, സോഷ്യൽ സയൻസസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും പാടെ വേണം, പ്ലസ് മിനിമം 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ്, അതായത് ഓഫീസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സ്, ഈ പറയുന്ന PM അല്ലെങ്കിൽ PM ആൻഡ് IR അല്ലെങ്കിൽ SW അല്ലെങ്കിൽ T&D, HR അല്ലെങ്കിൽ ലേബർ ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഒരു 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സും പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വിത്ത് 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ്, അതായത് ഓഫീസ് ആപ്ലിക്കേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി, പക്ഷേ 1 ഇയർ ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്ന PM അല്ലെങ്കിൽ PM ആൻഡ് IR അല്ലെങ്കിൽ നിങ്ങൾക്ക് SW, T&D, അതുപോലെ HR, ലേബർ ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലായിരിക്കണം ആ ഡിപ്ലോമ. വിത്ത് നിങ്ങൾക്ക് 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മുകളിൽ BA or BTechൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയവരാണെങ്കിൽ, അതായത് ഡിപ്ലോമ പഠിച്ചിട്ട് നിങ്ങൾ എന്താണ് BA or BTech എടുത്തവരാണെങ്കിൽ അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്ലോമയുടെ ഡീറ്റെയിൽസ് പ്രത്യേകമായിട്ട് അപേക്ഷാ ഫോമിൽ മെൻഷൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയവരാണെങ്കിൽ, നിങ്ങൾ BA or BTech കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ ഡീറ്റെയിൽസ് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ടെനർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. എത്ര കാലമാണ് നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ട്രെയിനിങ് എഞ്ചിനീയർ, ഈ പറയുന്ന എല്ലാ പോസ്റ്റും, നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ കാറ്റഗറി പോസ്റ്റും ഇനീഷ്യലി നമ്മൾ എടുക്കുന്നത് 1 ഇയറിലേക്കാണ്. ആ 1 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ 3 വർഷം പാടെ എന്ത് ചെയ്യും, ഇയർലി ഓരോ ഇയറിലും എന്തായാലും നമ്മുടെ പെർഫോമൻസും കമ്പനിയുടെ നീഡും അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം 4 വർഷം വരെ നമുക്കതിൽ തുടരാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ 4 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി പാടെ പറയുന്നത് വീണ്ടും ഒരു 4 വർഷത്തേക്കും പാടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇയർലി എക്സ്റ്റെൻഡ് ബേസിസിൽ, അതായത് ഓരോ വർഷം കൂട്ടി അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വീണ്ടും ഒരു 4 വർഷം പാടെ നിങ്ങൾക്ക് അതിൽ തുടരാനുള്ളൊരു അവസരം മേ ബി ലഭിക്കാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 8 വർഷം എന്താണ് ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ജോലിയിൽ തുടർന്ന് പോകാനുള്ളൊരു സാധ്യതയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ റെമ്യൂണറേഷനാണ്. റെമ്യൂണറേഷൻ നിങ്ങൾക്കൂടെ കാണാൻ നെയിം ഓഫ് ദ പോസ്റ്റ്, ഓരോ പോസ്റ്റിൻ്റെ ഇവിടെ ട്രെയിനി എഞ്ചിനീയർ, ട്രെയിനി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മന്ത്ലി നിങ്ങൾക്ക് 29,500 പെർ മന്ത് സാലറി ആയിട്ട് കിട്ടും. സെക്കൻഡ് ഇയറിലൊക്കെ അത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഫോർത്ത് ഇയറിലൊക്കെ വരുമ്പോൾ 38,500 പെർ മന്ത് വരും. ഇനി ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ട്രെയിനി അസിസ്റ്റൻറ്റിലേക്കാണെങ്കിൽ 24,500 മുതൽ ഒരു ലാസ്റ്റ് ഇയറിലേക്കൊക്കെ മന്ത്ലി നിങ്ങൾക്ക് 29,000 രൂപ പെർ മന്ത് കിട്ടുന്ന രീതിയിലേക്ക് സാലറി ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാം. ഇനി നമ്മുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ഒരു 10,000 പെർ ഇയർ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ 10,000 എന്തിനാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു സ്റ്റിച്ചിങ് ചാർജസും ഫുഡ് വെയർ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടി 10,000 എക്സ്ട്രാ നമുക്ക് കിട്ടും സാലറിക്ക് പുറമെ. ആ 10,000 നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് നമുക്ക് 50%, അതായത് 5,000 രൂപ നമുക്ക് ഫസ്റ്റ് മന്ത് സാലറിയുടെ കൂടെ നമുക്ക് ആ 50,000 രൂപ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് 11 മന്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കി 5,000 രൂപ ലഭിക്കട്ടെ. ആ രീതിയിൽ ആ ഒരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സബ്ജക്റ്റോ ഡിസിപ്ലിൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 100 ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുക. ഓക്കെ, ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യനാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ് ഒക്കെ വരുന്നത്. അപ്പോൾ 100 മാർക്കിനും എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്കിന് വരിക.
ഇനി ഇൻ്റർവ്യൂവിൻ്റെയും അതുപോലെ തന്നെ ടെസ്റ്റിൻ്റെയും വെയിറ്റേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിന് 85% മാർക്സും അതുപോലെ ഇൻ്റർവ്യൂക്ക് നിങ്ങളുടെ 15% മാർക്കുമാണ് വെയിറ്റേജ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ടെസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല. നിങ്ങൾക്ക് ഹൈദരാബാദ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശൊക്കെ പോയിട്ട് അതിൻ്റെ നിയറസ്റ്റ് ആയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി OBC അതുപോലെ SC/ST EWS അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ അവരുടെ അതത് കാറ്റഗറി സർട്ടിഫിക്കറ്റൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വാലിഡ് ആയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഈ പറയുന്ന 1/4/2025 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ സർട്ടിഫിക്കറ്റ് ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, ഇതിലേക്ക് 300 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 300 രൂപ ഫീ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. ഇനി SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് നമുക്ക് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ്, അത് 3 മാസത്തിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റോ എന്ത് ചെയ്യാം ഇതിലേക്ക്, അല്ലെങ്കിൽ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതുപോലെ SC/ST OBC EWS അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണേ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്കൂടെ കാണാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ, അതായത് 10th ക്ലാസ് മുതൽ നിങ്ങൾക്ക് +2 അതുപോലെ ഡിഗ്രി ഡിപ്ലോമ എന്തൊക്കെയാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് സെമസ്റ്റർ വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ആയുള്ള അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇനി അഡീഷണൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതായത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 17/7/2025 ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 18/8/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ്, റിട്ടൺ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 18/8/2025 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആകും. 18/8/2025 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ വ്യക്തം മെൻഷൻ ചെയ്തിട്ടുണ്ട് 24/8. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും ഡയറക്റ്റ് ലിങ്ക് തരാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. നിങ്ങൾക്ക് BDL റിക്രൂട്ട്മെൻറ്റ് 2025 212 വേക്കൻസീസ് ആണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ഇതൊക്കെ നോക്കാം. നിങ്ങൾക്ക് താഴോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് വരാം. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ കാരണം നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഇവിടെ കാണാം. അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജാണ് കാണാം. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആയിട്ട് ഇവിടെ കാണാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്ന BDL പറയുന്ന രീതിയിൽ, അതായത് ഈ പറയുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പറയുന്ന രീതിയിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇവിടെ കാണാം നിങ്ങൾക്ക് OBC NC ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കാണിക്കാം. OBC NC ആണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതാണ് അതിൻ്റെ മാതൃക കേട്ടോ. ഈ ഒരു മാതൃക തന്നെ ആകുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, പിന്നെ അതുപോലെ SC/ST PWD എല്ലാത്തിൻ്റെ EWSൻ്റെ ഒക്കെ ഫോം അതിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് റെഡിയാക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫുള്ള് വായിച്ച് ഡിക്ലറേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വായിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് തുടർന്ന് അങ്ങനെ ചെയ്തു പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.